ഇപ്പോൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഗാസയിലേക്കാണ് ആദ്യം പോകുന്നത്. ഗാസയിൽ 2 വർഷത്തിന് ശേഷം യുദ്ധം അവസാനിക്കുന്നു എന്നതിന്റെ സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. സമാധാന കരാറിന്റെ ആദ്യഘട്ടം ഇസ്രായേലും ഹമാസും അംഗീകരിച്ചെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. ഉടൻ ബന്ദികളെ മോചിപ്പിക്കുമെന്നും ട്രംപിന്റെ ഇടപെടലിന് നന്ദി അറിയിച്ച് ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു എന്നുമുള്ള വാർത്തകളാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഇസ്രായേൽ ഹമാസ് സമാധാന ധാരണ ഒപ്പിടുന്നത് കാണാൻ ട്രംപ് നേരിട്ടെത്തുമെന്നും വിവരമുണ്ട്. MG മിഥുൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, ഗുഡ് മോർണിംഗ്. ഏറെ സന്തോഷം നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ് കെയ്റോയിൽ നിന്ന് നമ്മളെ തേടി എത്തുന്നത്, അല്ലേ? ഇപ്പോൾ ഉടനടി ഈ ഗാസ പദ്ധതി പ്രാവർത്തികമാക്കാൻ, അത് 1ാം ഘട്ടം നടപ്പിലാക്കാൻ തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ ഈ ബന്ധിമോചനമായിരിക്കുമോ ആദ്യ ഘട്ടമായി നടപ്പാക്കുക? അതെ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഗാസയിൽ സമാധാനം ഒരു ഇടവേളയ്ക്ക് ശേഷം പുലരുമെന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്, അത്തരത്തിലുള്ള ശുഭസൂചനകൾ നൽകുന്ന വാക്കുകളാണ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. എന്തായാലും ഉടൻ തന്നെ അവിടെ സമാധാനം പുലരുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് സാമൂഹ്യ മാധ്യമമായ സോഷ്യൽ ട്രൂത്തിലൂടെയാണ് ഇതുമായി ബന്ധപ്പെട്ട ചില അവകാശവാദങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇരു നേതാക്കളും, അതായത് ഹമാസും ഇസ്രയേലും ഈ ബന്ദിക്കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇസ്രയേൽ സൈന്യം ഗാസയിൽ നിന്ന് പിന്നോട്ട് പോകുമെന്നടക്കമുള്ള ചില സുപ്രധാന വിവരങ്ങൾ കൂടി ട്രംപ് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ വിഷയത്തിൽ പ്രധാനമായും കെയ്റോയിൽ കഴിഞ്ഞ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയിൽ, ആദ്യഘട്ട ചർച്ചയിൽ ഈ ബന്ദിക്കൈമാറ്റം ബന്ധപ്പെട്ടുള്ള ചർച്ചകളായിരുന്നു നടന്നിരുന്നത്. അതാണ് ഇപ്പോൾ ധാരണയിലെത്തിയതായിട്ടുള്ള നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഈ ആഴ്ചയോടുകൂടി, ഒരുപക്ഷെ ഞായറാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഈ രീതിയിൽ ഉള്ള ബന്ദിക്കൈമാറ്റങ്ങൾ നടപ്പിലാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ധാരണയിൽ ഒപ്പിടുന്നത് കാണാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ നേരിട്ടെത്തുമെന്നുള്ള ചില വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ ചേർത്ത് വായിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെ ഇങ്ങനെ ഒപ്പുവെച്ചുകൊണ്ട് മറ്റ് ഘട്ടങ്ങളിലേക്ക് അമേരിക്കൻ പ്രസിഡന്റിന്റെ മുൻനിർത്തിക്കൊണ്ട് തന്നെ മറ്റ് 2ാം ഘട്ട ചർച്ചകളിലേക്കൊക്കെ നീങ്ങാനായിരിക്കും ഒരുപക്ഷെ തീരുമാനിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ സ്റ്റീവ് വിറ്റ്കോഫും ട്രംപിന്റെ മരുമകനും ഒക്കെ ഈ ഒരു ചർച്ചയുടെ ഭാഗമായി ഉണ്ടായിരുന്നു. ഇന്ന് വീണ്ടും ഈ സംഘം കെയ്റോയിലേക്ക് തിരിക്കുകയും ചെയ്യും. ഈ നേതാക്കളുമായി ഒരു വട്ട ചർച്ച കൂടി നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇത് എവിടെ വെച്ച് നടത്തും, ബന്ദിക്കൈമാറ്റങ്ങൾ എങ്ങനെയാണ് നടത്തേണ്ടത്, എവിടെ വെച്ച് കൈമാറണം, എത്രത്തോളം ആളുകളെ കൈമാറുമെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഒരു സുപ്രധാനമായിട്ടുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ഇസ്രായേലിന്റെ പക്കലുള്ള എല്ലാ ബന്ദികളെയും വിട്ടു നൽകാമെന്നുള്ള കാര്യം ഇസ്രായേൽ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ട്രംപിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു തന്നെ രംഗത്ത് വരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ച് ട്രംപ് ഈ ഒരു സൈന്യം നടപടികൾ പിൻവലിക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നത് നമ്മൾ കാണുകയും ചെയ്യുന്നു. പക്ഷേ ഗാസയിൽ ഉടനീളം വീണ്ടും ആക്രമണം നടത്തുന്ന ഒരു പശ്ചാത്തലമായിരുന്നു ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഒപ്പം തന്നെ ഹമാസ് ഈ വാദങ്ങൾ നടത്തുന്നത് നടപ്പിലാക്കുന്നതിന് വേണ്ടി അല്ല ഇത് അംഗീകരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ചില പരാമർശങ്ങൾ അത് ട്രംപിനെ ചൊടിപ്പിച്ചതായും ഒക്കെയുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്തു. അതിന് പിന്നാലെയാണ് ശുഭസൂചന എന്ന രീതിയിൽ ഗാസയിൽ സമാധാനം പുലരുമെന്ന സൂചന നൽകിക്കൊണ്ട് ഇപ്പോൾ ഇരു രാജ്യങ്ങളും, പ്രത്യേകിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ ഇതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നത് എന്തായാലും ഉടൻ തന്നെ ഈ ബന്ദിക്കൈമാറ്റം നടക്കുമെന്നുള്ള സൂചനകൾ നൽകുന്നത് തന്നെയാണ്. എന്തായാലും നിലവിൽ ഇത് സംബന്ധിച്ചുള്ള ധാരണയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇനി അതായത് ഈ വരും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ, അതായത് ഞായറാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഈ ബന്ദിക്കൈമാറ്റം നടക്കുമെന്നുള്ള സൂചനകൾ നമുക്ക് മുന്നിലുണ്ട്. പിന്നീട് ഒരു ഭാഗത്ത് നിന്ന് ഈ ഇസ്രായേൽ സൈന്യം പതിയെ ഗാസയിൽ നിന്ന് പിന്മാറുക എന്നതാണോ ഹമാസ് മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശം? ഈ 2 നിർദ്ദേശങ്ങളും നടപ്പായതിനു ശേഷമായിരിക്കുമോ ഈ പുനരധിവാസം അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുക? കഴിഞ്ഞ ദിവസം ഹമാസ് ചില ഉപാധികൾ മുന്നോട്ട് വെച്ചിരുന്നു. അതായത് ഈ 20 ദിന പദ്ധതിക്ക് പുറമെ, ഈ ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള പദ്ധതിക്ക് പുറമെ ചില കാര്യങ്ങൾ കൂടി പരിഗണിക്കണമെന്നുള്ള ആവശ്യമായിരുന്നു ഹമാസ് മുന്നോട്ട് വെച്ചത്. അതായത് പൂർണ്ണമായും ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്നോട്ട് പോകണം. ഒരു തരത്തിലും ഈ ഇത്തരത്തിൽ ആവശ്യമായിട്ടുള്ള മരുന്നുകൾ അതൊക്കെ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഉണ്ടാകണം. ഒരു ദീർഘകാലത്തേക്ക് വേണ്ടിയുള്ള, അല്ലെങ്കിൽ മുൻകാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് 30 ദിവസത്തേക്ക് അല്ലെങ്കിൽ 60 ദിവസത്തേക്കൊക്കെ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുന്നത്. അങ്ങനെ ഒരു കരാറിൽ ഏർപ്പെടാൻ തങ്ങൾക്ക് ഇനി സാധ്യമല്ല. പൂർണ്ണമായും ഒരു വെടിനിർത്തലിലേക്ക് പോകണം എന്നടക്കമുള്ള ഉപാധികളായിരുന്നു മുന്നോട്ട് വെച്ചത്. മറ്റൊന്ന്, ഗാസയിൽ ഇത്തരത്തിൽ സ്വതന്ത്ര പലസ്തീൻ എന്ന ഒരു അതോറിറ്റിയെ നിയോഗിച്ചുകൊണ്ട് ട്രംപ്
ട്രംപ് തന്നെ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി നിയോഗിച്ചിരുന്നു. സ്വതന്ത്ര പലസ്തീൻ കമ്മിറ്റി ഇത്തരത്തിൽ ഗാസയിൽ ഉടൻ തന്നെ ആളുകളെ തിരിച്ചെത്തിക്കുന്നതിനും ഒപ്പം തന്നെ അവിടെ ഒരു ഭരണം തുടങ്ങുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം തുടങ്ങിയ ഉപാധികളായിരുന്നു കഴിഞ്ഞ ദിവസം ഹമാസ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. ഇതൊക്കെ സ്വാഭാവികമായും പരിഗണിക്കാവുന്നതാണ് എന്ന് ട്രംപ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. സ്റ്റീവ് വിറ്റ്കോഫ് ഇത് സംബന്ധിച്ച് ഒരു അനുകൂല നടപടി സ്വീകരിക്കുക അല്ലെങ്കിൽ ഒരു അനുകൂല പരാമർശമൊക്കെ നടത്തിയത് നമുക്ക് മുന്നിലുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കാം ഹമാസും ഇതിൽ പൂർണ്ണമായി യോജിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇനി ഇപ്പോൾ ഈ കരാറുമായി ഏർപ്പെടുത്തിയിരിക്കുന്നു, അതിൽ ഒരു ഒപ്പുവെക്കേണ്ട സാഹചര്യമുണ്ട്. അത് ഈ ഞായറാഴ്ചക്ക് മുമ്പുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് എത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഈ ധാരണയിലേക്ക് ഇസ്രായേലും ഹമാസും ഒപ്പുവെക്കുക എന്നുള്ളതാണ്. അതിനുശേഷമായിരിക്കും ഒരുപക്ഷേ ഈ ബന്ദി കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ്. നിലവിലെ സാഹചര്യത്തിൽ ഹമാസിന്റെ പക്കൽ 48ഓളം ഇസ്രായേലിന്റെ ബന്ദികളുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ 20ഓളം പേർ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്ന് അവർ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവരെ ഉൾപ്പെടെ, അതായത് മരിച്ചവരെ ഉൾപ്പെടെ കൈമാറണമെന്നുള്ളതാണ് ഈ ധാരണയുടെ ഭാഗമായി ഉരുത്തിരിഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന്, ഇസ്രായേലിന്റെ പക്കലും പലസ്തീനിലെ നിരവധി ആളുകൾ ബന്ദികളാക്കപ്പെട്ടിട്ടുണ്ട്. അവരെയൊക്കെ ഉടൻ മോചിപ്പിക്കണമെന്നുള്ള നിർദ്ദേശമാണ് വെച്ചിരിക്കുന്നത്. അതായത് മുഴുവൻ ആളുകളെയും ഇതേ സമയം ഈ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ മോചിപ്പിക്കണമെന്നുള്ളതാണ് ഈ ആദ്യഘട്ട ചർച്ചയിൽ. തന്നെ ഈ ബന്ദി കൈമാറ്റം ഏറ്റവും വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ മിഥുൻ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹമാസ് മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട ആവശ്യം, ഒരു നിശ്ചിത ദിവസത്തേക്ക് വെടിനിർത്തലിലേക്ക് എത്തുന്നതിന് പകരം പൂർണ്ണമായും ഈ വെടിനിർത്തൽ കരാറിലേക്ക് എത്തുക, ആ ധാരണയിലേക്ക് എത്തുക എന്നുള്ള ആവശ്യം ഈ ചർച്ചയിൽ പരിഗണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇസ്രായേൽ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമുണ്ട്, ഹമാസിന്റെ സമ്പൂർണ്ണ നിരായുധീകരണം. ആ ഒരു ആവശ്യവും അപ്പോൾ സ്വാഭാവികമായും ഹമാസ് അംഗീകരിച്ചിട്ടുണ്ടാകും എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആര്യ, സ്വാഭാവികമായും അങ്ങനെ ഒരു ധാരണയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകില്ല എന്ന് തന്നെയായിരുന്നു നേരത്തെ പ്രതിനിധികൾ അറിയിക്കുകയും ചെയ്തത്. രണ്ടാം ഘട്ടത്തിലാണ് ഈ വിഷയങ്ങൾ വരിക എന്നുള്ളതാണ്. രണ്ടാം ഘട്ട ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായും ഹമാസ് ഉന്നയിച്ച ഉപാധികൾ, ഒപ്പം തന്നെ ഈ 20 ദിന പദ്ധതിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് നേരത്തെ ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഹമാസിന്റെ നിരായുധീകരണം. അതിന് ഹമാസ് തയ്യാറാകുമോ എന്നുള്ളതായിരുന്നു ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള നടപടികൾ ഇസ്രായേൽ സ്വീകരിക്കുമ്പോൾ ഹമാസും അതിനോട് യോജിച്ചതിന് മുന്നോട്ട് പോകേണ്ടി വരുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു നിരായുധീകരണത്തിലേക്ക് ഹമാസ് എത്തിച്ചേരാനുള്ള സാധ്യതകൾ ഒരിക്കലും തള്ളിക്കളയാനാകില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ മിഥുനിലേക്ക് ഞാൻ മടങ്ങിയെത്താം. ഇപ്പോൾ ഡോക്ടർ മോഹൻ വർഗീസ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്, വിദേശകാര്യ വിദഗ്ധൻ. ഡോക്ടർ മോഹൻ വർഗീസ്, ഗുഡ് മോർണിംഗ്. ഏറെ സന്തോഷം നൽകുന്ന, സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരെ സംബന്ധിച്ച് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ് കെയ്റോയിൽ നിന്ന് വന്നിട്ടുള്ളത്. 2 വർഷത്തെ രക്തച്ചൊരിച്ചിലിന് ശേഷം ഗാസയിൽ സമാധാനം പുലരുമെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ അതിൽ ഈ ചർച്ച നടക്കുമ്പോൾ അതിലെ ഏറ്റവും ശ്രദ്ധേയമെന്ന് പറയുന്നത്, അതായത് ഒരു നിശ്ചിത ദിവസത്തേക്ക് പല സമയത്തും നേരത്തെ ചർച്ചകളിലൂടെ ഈ വെടിനിർത്തൽ കരാറിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പാളിപ്പോകുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഇപ്പോൾ ഹമാസ് മുന്നോട്ട് വെച്ചൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു നിശ്ചിത ദിവസത്തേക്ക് കരാറിൽ ഏർപ്പെടുന്നതിന് പകരം സമ്പൂർണ്ണമായ വെടിനിർത്തലിലേക്ക് എത്തണമെന്നുള്ളതാണ്. അത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള സൂചനകൾ ലഭിക്കുമ്പോൾ പൂർണ്ണമായും സമാധാനത്തിലേക്ക് ഗാസ നടന്നു നീങ്ങുന്നു എന്നത് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അതിനപ്പുറം ഇത്രയും വേഗം ഇസ്രായേൽ ഇതിനോട് എങ്ങനെ വഴങ്ങി എന്നാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഇപ്പോൾ നിലവിലുള്ള സൂചനകൾ അനുസരിച്ച് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഹമാസിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ പ്രതികരണം ഉണ്ടായി എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ്. ഔപചാരികമായി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് പ്രസ്താവന ഉണ്ടാകേണ്ടതുണ്ട്, ഹമാസിന്റെയും ഔപചാരികമായ പ്രസ്താവനകൾ ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ 1ാം റൗണ്ട് സമാധാന ചർച്ചകളുടെ ഒരു റിസൾട്ട് എന്ന നിലയിൽ പ്രഖ്യാപിക്കപ്പെട്ടത് സേനാ പിന്മാറ്റം. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഒരു നിശ്ചിത ലൈൻ വരെ സേനകളുടെ പിന്മാറ്റം ഉണ്ടാകും. ബന്ദികളുടെ മോചനം, വെരി സൂൺ എന്ന വാക്കാണ് ട്രംപ് ഉപയോഗിച്ചിരിക്കുന്നത്. വെരി സൂൺ എന്ന് പറയുമ്പോൾ കൃത്യമായ ഒരു സമയവും നേരവും പറയാനാവുന്നില്ല എന്നതും ഒരു പ്രത്യേകത തന്നെയാണ്. പക്ഷെ തത്വത്തിൽ അത് അംഗീകരിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് കൊണ്ടുവന്ന 20 ഇന പദ്ധതിയുടെ ഒരു സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ചർച്ചകൾ നടക്കുന്നത് എന്നത് തീർച്ചയായും ശുഭോദർക്കമായ കാര്യവുമാണ്. നോക്കൂ, ഹമാസിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പൊതുവെ കേട്ടത് ചില നിശ്ചിത ഉപാധികൾ, പ്രത്യേകിച്ച് 3 കാര്യങ്ങളിൽ ഉറപ്പുകളും ചില ഉപാധികളും മുന്നോട്ട് വെച്ചു എന്നാണ്. സ്വല്പം ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു. ഇസ്രായേൽ സേന പൂർണ്ണമായി ഗസയുടെ മണ്ണിൽ നിന്നും പിന്മാറിയതിനു ശേഷം മാത്രമേ ബന്ദിമോചനത്തെക്കുറിച്ച് ആലോചിക്കുന്നുള്ളൂ എന്ന ഒരു നിഗമനം. അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും സുഗമമായി മുന്നോട്ട് പോവില്ല. പൂർണ്ണമായ ഒരു പിന്മാറ്റം വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല. അത് ആഴ്ചകൾ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. അക്കാര്യത്തിൽ ഹമാസ് കടുംപിടുത്തം അവസാനിപ്പിച്ചു എന്ന ഒരു
ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. രണ്ടാമത്, ഹമാസിന്റെ നിരായുധീകരണം, അതേക്കുറിച്ച് യാതൊരു രീതിയിലും ഒരു പരാമർശവും ഹമാസ് നടത്തിയിട്ടില്ല. പക്ഷെ അതേക്കുറിച്ച് തത്വത്തിൽ ധാരണ ഉണ്ടായി എന്ന ഒരു സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കൃത്യമായി ഹമാസ് ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും നിരായുധീകരണം സമാന്തരമായി സംഭവിക്കേണ്ട ഒരു പ്രക്രിയയാണ് നിരായുധീകരണം. അല്ല എങ്കിൽ ഹമാസ് ഒരു സൈനിക യൂണിറ്റായി അല്ലെങ്കിൽ ഒരു മിലിറ്റന്റ് ഔട്ട്ഫിറ്റായി ആയുധങ്ങൾ കൈവശം വെച്ചുകൊണ്ട് തുടരുമ്പോൾ നാളെ ഈ പീസ് പ്രോസസ് ഫ്രജൈലായി അവസാനം ബ്രേക്ക് ചെയ്യുന്ന ഒരു ഘട്ടം വന്നേക്കാം. അതുകൊണ്ട് ഹമാസിന്റെ ആയുധങ്ങൾ അത് ആർക്കാണ് സറണ്ടർ ചെയ്യേണ്ടത്, അതേക്കുറിച്ചൊരു ധാരണ അനൗപചാരികമായിട്ടെങ്കിലും ഒരു ധാരണ ഉണ്ടായി എന്നാണ് വിശ്വസിക്കുന്നത്. അത് മാത്രമല്ല, ഹമാസിന്റെ ഭാഗത്തു നിന്ന് ന്യായമായ ഒരു ആവശ്യമുണ്ടായി. അത് ശാശ്വതമായ പരിഹാരങ്ങളാണ് വേണ്ടത്. ശാശ്വതമായ പരിഹാരങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഇനി ഒരു കടന്നുകയറ്റം ഉണ്ടാവരുത്, ഗസയുടെ മണ്ണിലേക്ക് ഇനി ഒരു കടന്നുകയറ്റം ഉണ്ടാവരുത്. ഇതൊരു കണ്ടീഷണൽ കാര്യമാണ്. ഇസ്രായേൽ പറയുന്നത് കടന്നുകയറ്റം ഉണ്ടായത് മുഴുവൻ തന്നെ ഗാസയുടെ മണ്ണിൽ നിന്നും ഇസ്രായേലിന് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ അതിനുള്ള പ്രത്യാക്രമണം എന്ന നിലയിലാണ് ഈ റൗണ്ടിലെ കടന്നുകയറ്റം ഉണ്ടായത്. അതുകൊണ്ട് ഇവിടെ വെടിനിർത്തൽ പല പ്രാവശ്യം ലംഘിക്കപ്പെട്ട സ്ഥിതിക്ക് വെടിനിർത്തൽ ശാശ്വതമായിരിക്കണം, ആക്രമണങ്ങൾ പെർമനന്റ് ആയി നിർത്തിവെക്കണം എന്ന ഡിമാൻഡാണ്. ഇത് ഇസ്രായേൽ അംഗീകരിക്കുകയാണെങ്കിൽ അത് വലിയ ഒരു ചുവടുവയ്പായിരിക്കും. അത് ഇസ്രായേൽ അംഗീകരിക്കുകയാണെങ്കിൽ പോലും അത് നടപ്പാക്കിയെടുക്കാൻ, എൻഫോഴ്സ് ചെയ്യാൻ അമേരിക്ക മുന്നോട്ട് വരുമോ? അമേരിക്കയുടെ ഗ്യാരണ്ടി ആവശ്യമാകുന്നത് അപ്പോഴാണ്. അറബ് രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും ഗ്യാരണ്ടി. അതുകൊണ്ടാണ് മധ്യസ്ഥരുടെ റോൾ അവിടെയാണ് വരുന്നത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഈ വെടിനിർത്തൽ എത്ര കാലം ലാസ്റ്റ് ചെയ്യും എന്നത് ആണ് ഇനി ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മൂന്ന് കാര്യങ്ങളിൽ ധാരണ ആകുന്ന സ്ഥിതിക്ക്, തത്വത്തിൽ ധാരണയാകുന്ന സ്ഥിതിക്ക് ഇനിയുള്ള ഏത് നിമിഷവും ആദ്യ ബന്ദിയെ കൈമാറ്റം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി തീരുമാനിക്കേണ്ട കാര്യം, ബന്ദികൾ 20 പേരും ഒറ്റയടിക്ക് ഒരേ സ്ഥലത്ത് വെച്ച് കൈമാറ്റം ചെയ്യപ്പെടുമോ? റെഡ് ക്രോസ് ആയിരിക്കുമോ, അതോ യുണൈറ്റഡ് നേഷൻസ് ഏജൻസികളായിരിക്കുമോ? ആരാണ് ആ പ്രോസസ്സിൽ മധ്യസ്ഥത വഹിക്കേണ്ടത്? ആ സമയത്ത് അവിടെ സന്നിഹിതരായിരിക്കേണ്ടത്? എവിടെ വെച്ചാണ് കൈമാറ്റം ചെയ്യപ്പെടുക? കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചതുപോലെ വലിയ രീതിയിലുള്ള ഫാൻഫെയറോടുകൂടി വലിയ മുഖംമൂടി അണിഞ്ഞ ഹമാസിന്റെ പോരാളികൾ വലിയ ഒരു ഒപ്റ്റിക്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആഹ്ലാദ പ്രകടനം നടത്തിക്കൊണ്ട് നടക്കുന്ന ഒരു തരം കൈമാറ്റം, അത് എത്രത്തോളം ഇസ്രായേൽ മനസ്സുകളിൽ എത്രത്തോളം മുറിപ്പാടുകൾ സൃഷ്ടിക്കും, അതൊരു ചോദ്യചിഹ്നമാണ്. അതുപോലെ ഇസ്രായേൽ കൈമാറാനുള്ള ബന്ദികളുടെ വിവരങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്, ഹമാസ് ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നത് എല്ലാ ബന്ദികളെയും കൈമാറണം, ബന്ദികളല്ല തടവുകാരെയും കൈമാറണമെന്നാണ്. ഇസ്രായേലിന്റെ കൈവശം വലിയ രീതിയിലുള്ള പലസ്തീനിയൻ തടവുകാരുണ്ട്. 250ഓളം വലിയ രീതിയിൽ ശിക്ഷിക്കപ്പെട്ട, ജീവപര്യന്തം വരെ ശിക്ഷിക്കപ്പെട്ട തടവുകാരുണ്ട്. 1700-ൽ പരം സാധാരണ തടവുകാരുണ്ട്. ഇവരെല്ലാം തന്നെ വിട്ടയക്കാൻ സാധിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇസ്രായേൽ. കാരണം ഈ ആക്രമണത്തിലൊക്കെ പങ്കെടുത്ത, ഇസ്രായേലുമായി വലിയ രീതിയിലുള്ള കോൺഫ്ലിക്റ്റിൽ പങ്കെടുത്ത ചില നിർണായക നേതാക്കളെ ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല എന്ന ഒരു കർശന തീരുമാനത്തിലാണ് ഇസ്രായേൽ. അതുകൊണ്ട് ഇസ്രായേലിനെ കൊണ്ട് എല്ലാ തടവുകാരെയും ഒറ്റയടിക്ക് വിട്ടുകിട്ടാനുള്ള സാധ്യത തുലവും പരിമിതമാണ്. പക്ഷെ അത് നെഗോഷിയേറ്റ് ചെയ്യേണ്ട, അതൊരു കീറാമുട്ടിയാകാൻ സാധ്യതയുള്ള ഒരു കാര്യം കൂടിയാണ്. അതുപോലെ ഈ ഹമാസിന്റെ ഉന്നത നേതാക്കൾ, ഹമാസിന്റെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന ഗാസയിൽ വെച്ച് പല സമയങ്ങളിലായി വധിക്കപ്പെട്ട ആളുകൾ, അവരുടെയൊക്കെ മൃതശരീരങ്ങൾ ഇസ്രായേൽ മറവ് ചെയ്തോ അവരുടെ കൈവശമുണ്ടോ, അത് വിട്ടുകിട്ടുമോ എന്നൊക്കെയുള്ള ആലോചനകൾ ഇതോടൊപ്പം തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് തീർച്ചയായും കൂടുതൽ ഡീറ്റെയിൽസ് വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് ഒരുപക്ഷെ കൂടുതൽ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യത. പക്ഷെ ഇപ്പോഴത്തെ നിലവിലെ വാർത്തകൾ അനുസരിച്ച് ഏറ്റവും പോസിറ്റീവായി തന്നെയാണ് 2 വർഷം നീണ്ടുനിന്ന ഒരു പ്രക്രിയ, ആ ഒരു യുദ്ധം ഏതാണ്ട് തത്വത്തിൽ അവസാനിക്കുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത്. പക്ഷെ അപ്പോഴും നിലവിൽ ഉള്ള ഒരു ആശങ്ക എന്ന് പറയുന്നത്, ഒരു പക്ഷേ ഈ ബന്ദിമോചനം സാധ്യമായി കഴിഞ്ഞാൽ, അതായത് ഇസ്രായേലിന്റെ ബന്ദികളെ വിട്ടുകിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു ആക്രമണം അത് ഇസ്രായേൽ ഗാസയ്ക്ക് നേരെ നടത്തുമോ എന്നുള്ള ആശങ്ക ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണമോ? അങ്ങനെ കരുതണമോ നമ്മൾ? അത് 2 പ്രാവശ്യം സംഭവിച്ചു. ബന്ദിമോചനം പാർഷ്യലാണ്. ഏതാണ്ട് 100-ൽ പരം ബന്ദികളെ 2 ഘട്ടങ്ങളിലായി വിട്ടയച്ചു. നവംബർ 2023-ലെ ആദ്യ വെടിനിർത്തൽ സമയത്തും, പിന്നീട് രണ്ടാമത് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുന്നതിന് തൊട്ടു മുൻപ്, 2ാം ഊഴത്തിൽ അധികാരത്തിൽ വരുന്നതിന് തൊട്ടടുത്തുള്ള സമയങ്ങളിൽ ജനുവരി 2025-ലും 2 ഗഡുക്കളായി ബന്ദിമോചനം ഉണ്ടായി. അപ്പോഴും ബാക്കി ബന്ദികൾ അവശേഷിക്കുന്നു. ഇപ്പോഴത്തെ പ്രത്യേകത,
മൂന്നാമത്തെ ബാച്ച് ബന്ദികൾ എന്ന് പറയുന്നത് സമ്പൂർണ്ണമാണ്. ഇനി അവശേഷിക്കുന്ന ജീവനോടെ ഉണ്ട് എന്ന് കരുതപ്പെടുന്ന 20 ബന്ദികളാണ് മോചിപ്പിക്കപ്പെടാനുള്ളത്. അവർ കൂടി മോചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇസ്രയേലിനെ മറ്റൊന്നും തന്നെ തടസ്സപ്പെടുത്തുന്നില്ല ഗാസയ്ക്കെതിരെ അല്ലെങ്കിൽ ഹമാസ് കേന്ദ്രങ്ങൾക്ക് നേരെ അതിശക്തമായ ആക്രമണം നടത്താൻ ഇസ്രായേൽ മുതിരില്ലേ എന്ന ന്യായമായ സംശയമാണ് ഹമാസിന്റെ ഭാഗത്തുനിന്ന് ചോദിക്കുന്നത്. പക്ഷെ അതിനുള്ള ഗ്യാരണ്ടി കൊടുക്കേണ്ടത് അമേരിക്കയാണ്. അമേരിക്കയും ഈ സഖ്യകക്ഷികളുമാണ്. സഖ്യകക്ഷികൾ മാത്രമല്ല, അറബി സഖ്യകക്ഷികളുമാണ്. അതുകൊണ്ടാണ് ഈ പീസ് ഡീൽ ഒരു കോംപ്രിഹെൻസീവ് പീസ് ഡീലാണ്. അമേരിക്കൻ ബ്രോക്കേർഡ് പീസ് ഡീൽ എന്ന് പറയുമ്പോഴും അവിടെ ആദ്യം അമേരിക്ക ഈ റൗണ്ടിൽ കോൺഫിഡൻസ് എടുത്തത് അറബി ഇസ്ലാമിക് രാജ്യങ്ങളെയാണ്. പ്രത്യേകിച്ച് അറബ് ലീഗിന്റെ കോൺഫറൻസിന്റെ സ്പിരിറ്റ് എടുത്തു, GCCയുടെ മൊത്തത്തിലുള്ള ഒരു സ്പിരിറ്റ് എടുത്തു. ഖത്തർ തന്നെ ഇസ്രായേലിന്റെ ആക്രമണത്തിന് വിധേയമായി, ഖത്തറിലെ ഹമാസ് കേന്ദ്രങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥത എന്ന് പറയുമ്പോൾ അവിടെ ആകമാന അറബി ചിത്രമുണ്ട്. അതുകൊണ്ട് ഹമാസിന് നൽകുന്ന ഗ്യാരണ്ടി ഇസ്രായേൽ ഇനി ഒരു ആക്രമണത്തിൽ ബന്ദികളെ മോചിപ്പിച്ചാൽ ഇസ്രായേൽ വീണ്ടും ആക്രമിക്കില്ല എന്ന ഉറപ്പ് കിട്ടേണ്ടത് ഇസ്രായേലിൽ നിന്ന് മാത്രമല്ല, അങ്ങനെ ആക്രമിച്ചാൽ എന്താണ് ബദൽ മാർഗം, എന്താണ് പ്രതിരോധ നടപടി എന്ന് പറയേണ്ടത് ഇപ്പോൾ ഈ പ്രോസസ്സിനോടൊപ്പം നിൽക്കുന്ന അമേരിക്കയും അതുപോലെ തന്നെ അറബി രാജ്യങ്ങളുമാണ്. അതുകൊണ്ട് അതാണ് ഹമാസിന് ലഭിക്കാവുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേലും ഹമാസും നേരിട്ടുള്ള ചർച്ചകളല്ല എന്ന് ഓർക്കണം. നേരിട്ടുള്ള ഒരു ഉഭയകക്ഷി ചർച്ചയിൽ ഇല്ലാത്ത ഒരു പിൻബലം തേർഡ് പാർട്ടി മീഡിയേഷൻ സംഭവിക്കും. പ്രത്യേകിച്ച് അമേരിക്ക എന്ന അതിശക്തമായ മധ്യസ്ഥ രാജ്യം. ഇക്കാര്യത്തിൽ അതിനെ അമേരിക്ക മധ്യസ്ഥ രാജ്യം എന്ന് പറയേണ്ടി വരും. ഇസ്രായേലിനോടാണ് അമേരിക്കയ്ക്ക് ആഭിമുഖ്യം കൂടുതലെങ്കിൽ പോലും ഇസ്രായേലിനെ ഒരു പരിധിവരെ ബെയിൽ ഔട്ട് ചെയ്യാനാണ്, ഗ്ലോബൽ ഐസൊലേഷനിൽ നിന്നും ഇസ്രായേലിനെ ബെയിൽ ഔട്ട് ചെയ്യാനാണ് അമേരിക്ക ഈ പദ്ധതികളെല്ലാം കൊണ്ടുവരുന്നത് എന്ന് പൊതുവെ കരുതപ്പെടുന്നു. എങ്കിൽ പോലും അമേരിക്കയ്ക്ക് രംഗത്ത് വരാതിരിക്കാൻ കഴിയില്ല. അല്ല എങ്കിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഡിപ്ലോമസിയുടെ വെറാസിറ്റി ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് അദ്ദേഹം സമാധാനത്തിന് നോബൽ സമ്മാനമൊക്കെ ആഗ്രഹിക്കുന്നു. ഒരു വശത്തെ പ്രലോഭിപ്പിച്ച് ഒരു യുദ്ധം അവസാനിപ്പിക്കുകയും എന്നിട്ട് ഏതെങ്കിലും ഒരു കക്ഷി പ്രകോപനം നടത്തിക്കഴിഞ്ഞാൽ അവരെ പിന്തുണയ്ക്കുന്ന ഘട്ടം വന്നു കഴിഞ്ഞാൽ അമേരിക്കയുടെ ക്രെഡിബിലിറ്റി, വിശ്വാസ്യത ആഗോള സമൂഹത്തിൽ ഒരു അതാണ് ഡോക്ടർ മോഹൻ വർഗീസ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം ട്രംപ് തന്റെ വിജയം അവകാശപ്പെട്ട് കഴിഞ്ഞു. ഇരു രാജ്യങ്ങൾക്കും ഇടയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ തന്റെ നിർണായകമായ ഇടപെടൽ വേണ്ടി വന്നു എന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണമൊക്കെ വന്നു കഴിഞ്ഞു. നമുക്കറിയാം അദ്ദേഹം 2ാം ടേം അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം പ്രഖ്യാപിച്ച ഒരുപാട് കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു ഈ ഇസ്രായേൽ പലസ്തീൻ ഇടയിലെ സംഘർഷം അത് ലഘൂകരിക്കാൻ അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കാൻ ഇടപെടുമെന്നുള്ളത്. തത്വത്തിൽ അദ്ദേഹത്തിന്റെ ഒരു വിജയമായി അദ്ദേഹം ഈ നിമിഷം ഇതിനെ കണക്കാക്കുന്നുണ്ട്, അത്തരത്തിൽ ഉറക്കെ പ്രഖ്യാപിക്കുന്നുമുണ്ട്. ഒരു സെയിങ് ഉണ്ട്, ആര്യ, ഡോണ്ട് കൗണ്ട് ദ ചിക്കൻ ബിഫോർ ദേ ആർ ഹാച്ച്ഡ്. അതായത് കോഴിമുട്ട വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങുന്നത് വരെ അവയുടെ തല എണ്ണാൻ നോക്കരുത് എന്ന ഒരു പ്രയോഗം ഇംഗ്ലീഷിലുണ്ട്. അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ട്രംപിന്റെ ഒരു രീതിശാസ്ത്രം നോക്കിയാൽ എല്ലാ പ്രഖ്യാപനങ്ങളും വളരെ മുൻപ് തന്നെ ജമ്പിങ് ദ ഗൺ എന്ന നിലയിൽ മുൻപ് തന്നെ നടത്തുന്നത് ഒരു ശീലമായി മാറി. പ്രധാനപ്പെട്ട 3 യുദ്ധങ്ങളാണ് ട്രംപ് അവസാനിപ്പിച്ചു എന്ന് ക്ലെയിം ചെയ്യുന്നത്. ആകെ 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു. തന്റെ 8 മാസം 9 മാസത്തിൽ 7-8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്ന് ക്ലെയിം ചെയ്യുമ്പോഴും പ്രധാനപ്പെട്ട ക്ലെയിം എന്ന് പറയുന്നത് റഷ്യ ഉക്രൈൻ. അത് ആ വഞ്ചി തിരുനക്കര തന്നെ നിൽക്കുകയാണ്. കേവലം 24 മണിക്കൂറിനുള്ളിൽ തനിക്ക് അധികാരം കിട്ടിയാൽ റഷ്യ ഉക്രൈൻ യുദ്ധം താൻ അവസാനിപ്പിച്ചു കൊള്ളാം. താൻ പറയുന്നത് റഷ്യൻ പ്രസിഡന്റ് പുടിന് സ്വീകാര്യമാണ് എന്ന രീതിയിലുള്ള ട്രംപിന്റെ വർത്തമാനം അത് വമ്പ് പറച്ചിൽ മാത്രമായിരുന്നു എന്ന് പിന്നീടുള്ള സംഭവ വികാസങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. ഇന്ത്യ പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ധു അവസാനിപ്പിച്ചത് ട്രംപിന്റെ ഇടപെടലാണ് എന്ന് 42 പ്രാവശ്യമാണ് ട്രംപ് നാളിതുവരെ പറഞ്ഞത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലിയിൽ പോലും ട്രംപ് ആ വർത്തമാനം പറഞ്ഞു. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇപ്പോൾ ഇന്ത്യക്കാർക്ക് അറിയുകയും ചെയ്യാം. അവിടെ ഒരു തേർഡ് പാർട്ടി മീഡിയേഷൻ എന്നത് ഇന്ത്യയുടെ നയമേ ആയിരുന്നില്ല. അതുകൊണ്ട് ട്രംപ് അത് ക്രെഡിറ്റ് എടുക്കുക മാത്രമായിരുന്നു. അതുപോലെ മറ്റ് യുദ്ധങ്ങളിൽ ഒരുപക്ഷെ അമേരിക്ക ആഗോള പോലീസ് എന്ന തങ്ങളുടെ ദൗത്യം വിനിയോഗിക്കുന്നതിന്റെ ഭാഗമായി ചില സംസാരങ്ങൾ നടത്തിയിട്ടുണ്ടാകാം. പക്ഷേ ഇവിടെ ഒരു നിർണായക റോള് തന്നെ അമേരിക്കയ്ക്കുണ്ട്. അതിനെ തുച്ഛീകരിച്ച് കാണാനാവില്ല. മധ്യപൗരസ്ത്യ പ്രദേശത്ത് അമേരിക്കയുടെ ശക്തമായ അറബി പങ്കാളികളും അമേരിക്കയും ചേർന്നുകൊണ്ട് ഒരു ജെനുവിൻ പീസ് പ്രോസസ് തന്നെയാണ് അവിടെ നടത്തിയിട്ടിരിക്കുന്നത്. അതിന്റെ ക്രെഡിറ്റ് അമേരിക്ക കൊടുക്കാതിരിക്കാനാവില്ല. ഡൊണാൾഡ് ട്രംപിന് വ്യക്തിപരമായി അത് കൊടുക്കാതിരിക്കാൻ ആവില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ഡീൽ ഇപ്പോഴും എത്തിയിട്ടില്ല. ഡീൽ ഉണ്ട് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു എന്നല്ലാതെ വെടിവയ്പ് പൂർണ്ണമായി നിർത്തി എന്ന സൂചനകൾ ഒന്നും തന്നെ ഇവിടില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇത് പൂർണ്ണമായി അവസാനിച്ചു. ആദ്യ ബന്ദി കൈമാറ്റം ചെയ്യപ്പെട്ടു, ഇസ്രായേൽ സേന പിൻവലിക്കപ്പെട്ടു, പിന്മാറി അല്ലെങ്കിൽ പിന്മാറ്റപ്പെട്ടു എന്നൊക്കെയുള്ള സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ വരുമ്പോൾ മാത്രമേ ട്രംപിന്റെ ക്ലെയിംസ് ശരിയാകുന്നുള്ളൂ. നോക്കൂ, നാളെ ഒക്ടോബർ മാസം 10-ാം തീയതി നൊബേൽ സമാധാന സമ്മാനം പ്രഖ്യാപിക്കുന്നു.
അതിൽ എന്തായാലും ഈ ക്രെഡിറ്റ് ട്രംപിന് എടുക്കാൻ പറ്റില്ല. കാരണം അതിന് മുൻപ് തന്നെ പൂർണ്ണമായ യുദ്ധവിരാമം ഉണ്ടാകുമെന്ന പ്രതീക്ഷയില്ല. ഇതൊരു ലോങ് പ്രോസസ് ആയതുകൊണ്ട്. അതുകൊണ്ട് 2025 സമാധാന നോബൽ സമ്മാനം ഡൊണാൾഡ് ട്രംപ് പ്രതീക്ഷിക്കുന്നതിൽ വലിയ കാര്യമില്ല. മറ്റ് യുദ്ധങ്ങൾ തുടരുകയാണ്. അത് മാത്രമല്ല, ഇപ്പോൾ അഫ്ഗാനിസ്ഥാന്റെ ഒരു പ്രദേശം ഇപ്പോൾ ഇതാ ഒരു എയർഫീൽഡ് വിട്ട്, ബഗ്രാം എയർഫീൽഡ് വിട്ട് കിട്ടണം. അവിടെ തങ്ങൾ അല്ലെങ്കിൽ ബലപ്രയോഗം നടത്തും എന്ന രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രസ്താവന വരുമ്പോൾ ഒരു വശത്തെ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയും മറുവശത്ത് കടന്നുകയറ്റങ്ങളും യുദ്ധങ്ങളും എല്ലാം തന്നെ തുടങ്ങി വയ്ക്കുകയും ചെയ്യുന്ന അമേരിക്കയുടേതായി, പ്രത്യേകിച്ച് വ്യാപാര യുദ്ധം പോലെയുള്ള കാര്യങ്ങൾ ലോകത്തെ സമ്പദ് വ്യവസ്ഥയെ തന്നെ കലുഷിതമാക്കി മാറ്റുന്നതുകൊണ്ട് എത്രത്തോളം സമാധാനത്തിന്റെ ദൂതനാണ് ഡൊണാൾഡ് ട്രംപ് എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്, ഒരു ഡിബേറ്റബിൾ പോയിന്റ് കൂടിയാണ്. അങ്ങനെ ഒരു സങ്കീർണമായ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഇതാ അറബ് ഇസ്രായേലി അല്ലെങ്കിൽ ഹമാസ് ഇസ്രായേൽ പോരാട്ടത്തിന് അറുതി വരുന്നു എന്ന ശുഭോദർക്കമായ സൂചനകൾ വരുന്നത്. തീർച്ചയായും വളരെ നന്ദി ഡോക്ടർ മോഹൻ വർഗീസ് ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിനും പ്രതികരിച്ചതിനും. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ആണ് നമുക്കൊപ്പം വിശകലനവുമായി ചേർന്നത്. ഒപ്പം ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് MG മിഥുൻ വിശദാംശങ്ങൾ പങ്കുവച്ചു. എന്തായാലും ഒന്നാം ഘട്ടം പരിപൂർണ വിജയമായിരുന്നു എന്ന് ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. ബന്ദിമോചനം വരും ദിവസങ്ങളിൽ തന്നെ സാധ്യമാകുമെന്ന് പറയുന്നുണ്ട്. സമ്പൂർണ്ണമായ വെടിനിർത്തൽ അത് ഹമാസ് മുന്നോട്ട് വെച്ച ആവശ്യം ഇസ്രായേൽ അംഗീകരിച്ചുവെന്നും ട്രംപ് പറയുന്നുണ്ട്. ഏതായാലും ഔദ്യോഗികമായ പ്രതികരണങ്ങൾ ഇസ്രായേലിന്റെയും ഹമാസിന്റെയും ഒക്കെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ വരേണ്ടതുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം ഏതൊക്കെ തരത്തിൽ ഈ കരാർ പ്രകാരമുള്ള കാര്യങ്ങൾ നടപ്പാകും എന്നുള്ളത്. എന്തായാലും ശുഭകരമായ വാർത്ത തന്നെ ഇനിയും നമ്മളെ തേടി എത്തട്ടെ ഗാസയിൽ നിന്ന് എന്ന് പ്രതീക്ഷിക്കാം.